നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം. ഇന്ന് ആദ്യത്തെ സെഷനിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് മെനോപോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെനോപോസ് ആവാൻ പോകുന്ന ലേഡീസിനും അതേപോലെ മെനോപോസ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ലേഡീസിനും വേണ്ടിയിട്ടുള്ള സെഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ആസനം ഭിത്തിലാസന അല്ലെങ്കിൽ മാർജാരാസന, കാറ്റ് കൗ പോസ്. അപ്പോൾ നമ്മൾ മുട്ടുകുത്തി നിന്ന് മേലോട്ട് ബാക്ക് മാക്സിമം മുകളിലേക്ക് ആക്കി നടു നല്ലോണം കുനിച്ച് മേലോട്ട് നോക്കുക. മേലോട്ട് നടു വളയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് നോക്കുക. മേലോട്ട് നമ്മൾ നോക്കുമ്പോൾ നടു നല്ലോണം കുനിക്കുക. ഇങ്ങനെ ഒരു 10 to 15 ടൈംസ് ദിവസവും ചെയ്യും. രണ്ടാമത്തത് നമ്മൾ ബദ്ധകോണാസനത്തിന് പിടിക്കുന്ന പോലെ 2 സോളും ഒരുമിച്ച് പിടിച്ച് അതിൻ്റെ മേലെ കയ്യും വെച്ച് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഫോർവേഡ് ബെൻഡിങ് ചെയ്യുക. മാക്സിമം തല മുട്ടാവുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് തല മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റാവുന്ന പോലെ ബെൻഡ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 to 15 ടൈംസ് ചെയ്യാം. മൂന്നാമത്തേത് നമ്മൾ നേരെ കിടക്കുക. എന്നിട്ട് ബദ്ധകോണാസനം പോലെ പിടിച്ചിട്ട് 2 കാലുകളും മുട്ടി പിടിച്ചിട്ട് വിടർത്തുക. 1 2. ഇനി നാലാമത്തെ വീണ്ടും താഴെ കിടന്ന് 2 കാലുകളും അടുപ്പിച്ച് വെച്ച് നടു മാത്രം പൊക്കി പിടിക്കാം. സേതുബന്ധാസനം എന്നാണ് ഇതിന് പറയുന്നത്. ബ്രിഡ്ജ് പോസ്. ഇങ്ങനെ ഒരു 10 to 15 ടൈംസ് ചെയ്യാം. അഞ്ചാമത്തേത് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് താഴെ കിടന്ന് 2 കാലുകളും സ്ട്രെയിറ്റ് 90 ഡിഗ്രീസിലേക്ക് പിടിക്കുക. അർദ്ധഹാലാസനം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മുടെ ബാക്ക് പെയിൻ നല്ലോണം റെഡ്യൂസ് ചെയ്യും. സോ ഈ 5 ആസനാസ് നിങ്ങൾ ദിവസവും നിത്യവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമാകും. മെനോപോസ് ആവാൻ പോകുന്നവർക്കും അതേപോലെ മെനോപോസ് ആയുള്ളവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം.